നമ്മുടെ ഫാറ്റി ലിവർ റിവേഴ്സൽ ജേണിയിൽ നമ്മുടെ ലൈഫിൽ നിർബന്ധമായും നമ്മൾ ശീലിക്കേണ്ട 3 പ്രധാനപ്പെട്ട ശീലങ്ങൾ അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഡെയിലി റുട്ടീനിൽ നമ്മൾ ശീലിക്കണം, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക. ഏതെങ്കിലും ഒരു ഫോമിലുള്ള എക്സസൈസ് നിങ്ങൾ ഡെയിലി ശീലിക്കുക. പ്രത്യേകിച്ച് ഗ്രേഡ് 1 ഫാറ്റി ലിവറിലൊക്കെ നിങ്ങൾ അത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ശീലം കൊണ്ട് തന്നെ ഫാറ്റി ലിവർ പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റും. അത് അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിൽ പോവാതെ പൂർണ്ണമായിട്ടും ലിവറിനെ കംപ്ലീറ്റ് ഹെൽത്തി ആയിട്ട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഡെയിലി എക്സസൈസ് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ സെഡന്ററി ലൈഫ് അല്ലെങ്കിൽ അധികം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു ടൈപ്പ് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അത്തരം ലൈഫ് സ്റ്റൈലിലുള്ള ആളുകളാണെങ്കിൽ, അധിക സമയം ഇരുന്ന് അല്ലെങ്കിൽ അധിക സമയം കിടന്ന് ഒക്കെയുള്ള ലൈഫ് സ്റ്റൈലുള്ള ആളുകളാണ് എങ്കിൽ നിർബന്ധമായിട്ടും ഡെയിലി ഒരു എക്സസൈസ്, ഡെയിലി ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ ഏതെങ്കിലും ഫോമിൽ ഒരു എക്സസൈസ്, ജോഗിങ് അല്ലെങ്കിൽ സ്വിമ്മിങ്, വാക്കിങ്, സ്കിപ്പിങ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ലൈഫിൽ റുട്ടീനാക്കി കൊണ്ടുവരിക. നമ്മൾ ഇത് ഡെയിലി എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇത് 1-2 ആഴ്ച അല്ല, കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മാസം മുതൽ 1 വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലൈഫിൽ ചെയ്താൽ മാത്രമേ, റുട്ടീനാക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ചേഞ്ചസ് കാണാൻ പറ്റുള്ളൂ. 1-2 ആഴ്ച ചെയ്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ച് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. രണ്ടാമതായിട്ട് നിങ്ങൾ സ്ട്രെസ് ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അമിതമായി ടെൻഷൻ ഉള്ള ആളുകളാണെങ്കിൽ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിലത്തെ മറ്റ് സിറ്റുവേഷൻസ് കാരണം ടെൻഷൻ കൂടുതലുള്ള ആളുകളാണെങ്കിൽ ആ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള വഴികൾ നിങ്ങൾ നോക്കുക. ഒന്നുകിൽ നിങ്ങൾക്കത് ഓവർ ആൻസൈറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റു സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ മാറി നിൽക്കുക. ഇനി മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങളത് മാനേജ് ചെയ്യാൻ പറ്റുന്ന മറ്റു വഴികൾ, ഇപ്പോൾ യോഗ പോലത്തെ തെറാപ്പികളുണ്ട്. അങ്ങനത്തെ വഴികൾ തേടിയിട്ട് നിങ്ങളുടെ ലൈഫിലെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. മൂന്നാമതായിട്ട് നിങ്ങളുടെ ഉറക്കം. നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഒരു സ്ലീപ്പ് ക്ലോക്ക് വേണം. അതായത് ഒരു 7 to 8 hours സ്ലീപ്പ് നിർബന്ധമായും ഉണ്ട് നിങ്ങൾ ഉറപ്പാക്കുക. ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറങ്ങുന്ന, അതായത് വളരെ വൈകി ഉറങ്ങുന്ന ശീലമുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾ ഒരു സ്ലീപ്പ് ക്ലോക്ക് അല്ലെങ്കിൽ സ്ലീപ്പ് അലാറം സെറ്റ് ചെയ്യുക. കറക്റ്റ് ആ സമയത്ത് ഉറങ്ങിയിട്ട് കറക്റ്റ് 7 hours കഴിഞ്ഞിട്ട് എണീക്കുന്ന ഒരു അലാറം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള സ്ലീപ്പ് 7 hours ആയിട്ടുള്ള അൺഇൻറ്ററപ്റ്റഡ് ഗുഡ് സ്ലീപ്പ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രമേ മെറ്റബോളിസം നടക്കുകയുള്ളൂ. അത് നിങ്ങളുടെ ലിവറിന്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫംഗ്ഷന് വേണ്ടി സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരം 3 ശീലങ്ങൾ നിങ്ങൾ ലൈഫിൽ ശീലമാക്കിയാൽ, ഇത് നമ്മൾ പറഞ്ഞ പോലെ 1-2 ആഴ്ചക്കല്ല, കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് മിനിമം 6 മാസം മുതൽ 1 വർഷം വരെ കണ്ടിന്യൂസ് ചെയ്താൽ